കലുങ്ക് സംവാദം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂന്നോ നാലോ സംവാദങ്ങൾ നടന്നപ്പോഴൊക്കെ വിവാദമുണ്ടായിരുന്നു. പക്ഷേ കലുങ്ക് സംവാദത്തിനിടെ സുരേഷ് ഗോപി അപേക്ഷ നിരസിച്ച കൊച്ചു വേലായുധന് CPIM ഇപ്പോൾ നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ നിർമ്മാണം ഇന്ന് തുടങ്ങും എന്നുള്ള വാർത്ത കൂടിയാണ് വരുന്നത്. CPIM ആണ് വേലായുധന് വീട് നിർമ്മിച്ചു നൽകുന്നത്. തൃശ്ശൂർ പുള്ളിലെ സ്ഥലത്ത് തറക്കല്ലിടൽ ചടങ്ങുകൾ നടക്കുകയാണ്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം കൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ടായി എന്ന് വേണമെങ്കിൽ കരുതാം. എന്താണ് ലെവിൻ അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ നാടിൻ്റെ ഒരുമയാണ്. ഹർഷൻ, പുള്ളു സ്വദേശി കൊച്ചുവേലായുധൻ്റെ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയാണ് CPM. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജനും അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി ആ ചടങ്ങിന് തുടക്കം കുറിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചുവേലായുധൻ്റെ വീട്ടിലാണ്. അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം തറക്കല്ലിടൽ ചടങ്ങ് ആരംഭിക്കും. ഈ കാണുന്ന ഈ ചെറിയ ഷെഡിലാണ് അദ്ദേഹം കുറച്ച് ഏറെക്കാലങ്ങളായി 2 വർഷത്തിലേറെക്കാലമായി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 12-നായിരുന്നു സുരേഷ് ഗോപി ജനകീയ വിഷയങ്ങൾക്ക് പരിഹാരം കാണാനും മറ്റുമായി ആദ്യമായി ഇത്തരത്തിലൊരു കലുങ്ക് സംവാദം എന്നുള്ള പേരിൽ ഒരു പരിപാടി ആരംഭിക്കുന്നത്. ആ പരിപാടിയുടെ ആദ്യഘട്ട പരിപാടിയിൽ തന്നെ ആ പരിപാടി ആരംഭിച്ച് തൃശ്ശൂർ പുള്ള് മരക്കൊടി പരിപാടിയിൽ ആരംഭിച്ച് ആദ്യ സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ തൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാണാനെത്തുന്നു. ആ അപേക്ഷ നേരിട്ട് അദ്ദേഹത്തിന് കൈമാറാൻ ശ്രമിക്കുന്നു. നമ്മൾ പിന്നെ കണ്ടതല്ല, നമ്മൾ ദൃശ്യങ്ങളിലും വാർത്തകളിലും കണ്ടതും അറിഞ്ഞതുമാണ്. ആ അപേക്ഷ സ്വീകരിക്കാൻ പോലും കേന്ദ്രമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല, അത് മടക്കി നൽകുകയും പഞ്ചായത്തിൽ കൊണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് CPM ആ വിഷയം ഏറ്റെടുക്കുന്നു. ജില്ലാ സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറയുന്നു. ഏതായാലും CPM ജില്ലാ സെക്രട്ടറി 2 വാക്ക് നമ്മളോട് സംസാരിക്കും. ഒരു ശുഭകരമായ കാര്യത്തിന് തുടക്കം. തീർച്ചയായിട്ടും ഇതൊരു വളരെ ഏറെ സന്തോഷമുള്ളൊരു ചടങ്ങാണ്. ആട്ടിപ്പായിക്കപ്പെട്ട വന്യവയോധികനായൊരു മനുഷ്യന് ഒരു നാട് സ്നേഹപൂർവ്വം ഒരു വീട് നിർമ്മിച്ചു നൽകുകയാണ്. ഇതിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി, പ്രത്യേകിച്ച് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടുള്ള നന്ദി കൂടി അറിയിക്കുന്നു. നന്ദി. കൊച്ചുവേലായുധൻ ചേട്ടൻ്റെ 2 വാക്ക്. സന്തോഷമായോ? സന്തോഷമായി. എന്താ പറയാനുള്ളത്? പറയാനൊന്നുമില്ല, വളരെ സന്തോഷമായി. കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു അവഗണന ഉണ്ടായെങ്കിലും അത് ഇടപെടാൻ അതിൽ ആളുകളുണ്ടായല്ലേ? ഉണ്ടായി. അതുകൊണ്ട് സന്തോഷിക്കുന്നു. ഓക്കെ ഹർഷൻ, ആ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. തറക്കല്ലിടുകയാണ്. സന്തോഷകരമായ ദൃശ്യങ്ങളാണ്. മനുഷ്യത്വമുള്ള എല്ലാവർക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, അദ്ദേഹം ഏറെ നാളുകളായി പീഡന സ്വപ്നവുമായി അലഞ്ഞു നടക്കുന്നു. അതിന് ഒരു പരിഹാരം കാണാനായി ഒരു കേന്ദ്രമന്ത്രിയെ, തൃശ്ശൂരിൻ്റെ MP തന്നെ നേരിട്ട് കാണുന്നു. പക്ഷേ അത് പരിഗണിക്കാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നു. ആ പരിഹാരം ഏറ്റെടുത്ത് CPM ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയാണ്. തറക്കല്ലിടുന്ന മനോഹരമായ ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ തറക്കല്ലിടുന്ന ഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് നിന്നിരുന്നത്. അത് തെങ്ങ് വീണാണ് തകർന്നത്. അതിനുശേഷം അത് നന്നാക്കുന്നതിനും മറ്റും, അല്ലെങ്കിൽ അതിൻ്റെ നവീകരണം നടത്തുന്നതിനോ പുതിയ വീട് നിർമ്മിക്കുന്നതിനൊക്കെ നിരവധി സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം അപേക്ഷയുമായി പോയി. ലൈഫ് മിഷനിലടക്കം അപേക്ഷകൾ നൽകി. പക്ഷേ അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, സുരേഷ് ഗോപി ജനകീയ പ്രശ്നങ്ങൾക്കും മറ്റും പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് കലുങ്ക് സംവാദം എന്നുള്ള പേരിൽ ആ പരിപാടികൾ ആരംഭിച്ചത്. ഇതിനോടകം തന്നെ 10-12 സ്ഥലങ്ങളിലായി പരിപാടി നടന്നു. നിരവധി സ്ഥലങ്ങളിൽ അപേക്ഷകർ മറ്റു പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, പരാതികൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി ആളുകൾ എത്തി. 2ാം ദിവസം ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരിയിൽ നടന്ന പരിപാടിയിൽ ആനന്ദവല്ലി എന്ന വയോധിക അദ്ദേഹത്തിൻ്റെ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ചോദിച്ചു. ആ സഹായത്തോട്, അല്ലെങ്കിൽ ആ ചോദ്യത്തോടുള്ള പ്രതികരണവും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഭാഷയിലടക്കം ജനങ്ങളോട് ഇടപെടണമെന്ന് BJPക്ക് തന്നെ കേന്ദ്രമന്ത്രിയോട് പറയേണ്ടതായ സാഹചര്യമുണ്ടായി. പിന്നീട് CPM തന്നെ ഇടപെട്ടുകൊണ്ട് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപിച്ച പണം ആനന്ദവല്ലിക്ക് തിരികെ നൽകാനുള്ള നടപടികൾക്ക് മുൻകൈ എടുത്തതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ചില വിവാദങ്ങളുണ്ടായി. ആ വിവാദങ്ങളെ തുടർന്ന് സുരേഷ് ഗോപിക്ക് അത് തൻ്റെ കൈപ്പിഴയാണെന്ന് പറയേണ്ട സാഹചര്യമുണ്ടായി. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് കടന്നു പോയതും മറ്റും കണ്ടതാണ്. പിന്നീടാണ് BJPയുടെ ജില്ലാ ഘടകങ്ങൾ തന്നെ കേന്ദ്രമന്ത്രിക്കെതിരെ പരാതിയും വിമർശനവുമായി ദേശീയ നേതൃത്വങ്ങളെ സമീപിക്കുന്നത്. ദേശീയ നേതൃത്വം ഇടപെടുകയും കേന്ദ്രമന്ത്രിക്ക് കർശനമായ താക്കീത്, നിയന്ത്രണം ഈ തൻ്റെ കാര്യങ്ങളിൽ, കലുങ്ക്
സംവാദം BJPയുടെ ഒരു രാഷ്ട്രീയ പ്രചാരണ വേദി കൂടിയാണ്. തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പ്രധാനപ്പെട്ട പരിപാടിയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു സാഹചര്യത്തിൽ ജനങ്ങളോട് ഇടപെടുന്നതിലും പെരുമാറുന്നതിലും അടക്കം സഭ്യത വേണമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് പരമാവധി വിഷയങ്ങളിൽ പരിഹാരം കാണാൻ കഴിയുന്ന വിഷയങ്ങളിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നുമൊക്കെ നിർദ്ദേശങ്ങൾ നൽകുകയുമൊക്കെ ചെയ്തു. ഏതായാലും കൊച്ചുവേലായുധൻ്റെ വീടെന്ന സ്വപ്നം പൂവണിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയാണ്. CPM നേതൃത്വം നൽകുന്ന ഭവന നിർമ്മാണ പദ്ധതിക്ക് തറക്കല്ലിട്ടുകൊണ്ട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള CPM നേതാക്കൾ നേരിട്ടെത്തി പങ്കെടുത്തുകൊണ്ട് ഈ ചടങ്ങിന് തുടക്കം കുറിക്കുന്ന ദൃശ്യങ്ങളാണ് ഹർഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തറക്കല്ലിട്ടുകൊണ്ട് കൊച്ചുവേലായുധൻ്റെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ലെവിനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. എന്തായാലും സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഒരു തെങ്ങ് വീട് നഷ്ടപ്പെട്ട ഒരാൾ അതിന് എന്തെങ്കിലും ഒരു സാധ്യത ആ വീട് നിർമ്മിച്ച് നൽകാനുണ്ട് എന്ന് കരുതി ആണ് കേന്ദ്രമന്ത്രിയെ അടക്കം, അതിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരു കലുങ്കിലിരുന്ന് സംസാരിക്കാൻ ഒരു കേന്ദ്രമന്ത്രി വരുന്നു എന്ന് കണ്ടാൽ അവിടെ സമീപിച്ച് ഈ ഒരു ഇത്തരമൊരു ആവലാതി പറയാനായിട്ട് തയ്യാറെടുത്ത് വരുന്നതെല്ലാം വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളായിരിക്കും. അത് ഇപ്പോൾ ഈ കലുങ്ക് സംവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടവരെല്ലാവരും ആ നിലയ്ക്ക് തന്നെ വന്നവരാണ്. അപ്പോൾ അവരുടെ ആവലാതികൾ കേൾക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഒരു കേന്ദ്രമന്ത്രിക്കല്ല, ആർക്കായാലും ഇത്തരത്തിലൊരു പരാതി കിട്ടിയാൽ അതിൽ നടപടി സ്വീകരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ആരായുക എന്നത് തന്നെയായിരുന്നു സുരേഷ് ഗോപിയും ചെയ്യേണ്ടത്. എന്തായാലും അദ്ദേഹത്തിന് ഒരു അബദ്ധം സംഭവിച്ചതാണെന്ന് അദ്ദേഹം തന്നെ ഈ കാര്യത്തിൽ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ, അന്ന് കണ്ട ആ ദൃശ്യങ്ങളിൽ ഈ അപേക്ഷയുമായി എത്തിയ മറ്റൊരാൾ കൂടി ഇദ്ദേഹം കൊച്ചുവേലായുധൻ അപമാനം നേരിടുന്നത് കണ്ട ആ നിമിഷം തന്നെ അദ്ദേഹം ആ അപേക്ഷ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. അദ്ദേഹം പുറത്ത് കാണിക്കാതിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൂടി കണ്ടെത്തി അദ്ദേഹത്തിന് കൂടി എന്തെങ്കിലും സഹായം ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്.